ചില ഡ്രസ്സിനെ പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നിത്യജീവനെ കുറിച്ചാണ് ഈശോ നമ്മെ പഠിപ്പിച്ചത്. ഒരാൾ വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈശോ പറയുന്നുണ്ട്, നിനക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാമല്ലോ. ഇയാൾ പറയുന്നുണ്ട്, കൽപ്പനകളൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പാലിച്ചിട്ടുണ്ട്. ഈശോ പറയുകയാണ്, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് ദാനം ചെയ്യുക, അപ്പൊ സ്വർഗത്തിൽ നിനക്ക് സമ്പത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ നിത്യജീവൻ നിനക്ക് ലഭിക്കും എന്ന് പറയുകയാണ്. സുവിശേഷം സാക്ഷ്യപ്പെടുത്തുകയാണ് അയാൾ വളരെ വിഷമത്തോടുകൂടി തിരിച്ചുപോയി. കാരണം അയാൾക്ക് വളരെയേറെ സമ്പത്ത് ഉണ്ടായിരുന്നു. ഈശോ പറഞ്ഞൊരു കാര്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു എന്ന് തന്നെയാണ് സുവിശേഷം വ്യക്തമാക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈശോ ഇയാളോട് ചെയ്യാനായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇയാളിൽ ഇത്തിരി വേദന ഉളവാക്കുന്നതായിരുന്നു. ഒരു കാര്യം, ഇയാൾക്ക് നല്ല സമ്പത്ത് ഉണ്ടായിരുന്നു, അത് ഉപേക്ഷിക്കാനായിട്ട് ഇയാൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ട്. നിയമസംഹിതയിൽ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഇത്തിരി വേദന ഉണ്ടാക്കുന്ന, ഇത്തിരി പെയിൻഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് മടുപ്പാണ് എന്നുള്ളതാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത ചില കാര്യങ്ങൾ നോമ്പ് കാലത്തിൽ ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ട്. ഇറച്ചി വേണ്ടെന്ന് വെക്കുന്നുണ്ട്, മീൻ വേണ്ടെന്ന് വെക്കുന്നുണ്ട്. കാരണം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇപ്പം നമുക്ക് വേറെ ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട്. അത് വലിയ പെയിൻഫുൾ ഒന്നുമല്ല. പക്ഷേ നമുക്ക് വിഷമമുണ്ടാക്കുന്ന ചില സുഖങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ നിങ്ങളും തയ്യാറാകുന്നു. നോമ്പ് കാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തിരി പെയിൻഫുൾ ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഞാൻ നിങ്ങളും തയ്യാറാകുന്നു. അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. നമ്മളവരെ ഈ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ ഈശോ പറയുന്നത് പോലെ ചെയ്യാനായിട്ട്, നിത്യജീവന് വില കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ളവർക്കൊക്കെ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട്